ഹായ് ഫ്രണ്ട്സ്, വീണ്ടും നമുക്കൊരു സോണിയുടെ D40 ഹോം തിയേറ്റർ വന്നിരിക്കുകയാണ്. ഇതും ചെയ്യാവുന്ന എല്ലാ ഷോവേഡും ചെയ്തിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്, അല്ലാതെ ഇപ്പോൾ കിട്ടാറില്ല. ഇത് കണ്ടോ, ഇങ്ങോട്ട് കൊണ്ടുവന്ന് കാണിച്ച്. ഇത് തുറക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡെല്ലാം കുത്തിപ്പറിച്ചിട്ടുണ്ട്. ഈ സൈഡ് കുത്തിപ്പറിച്ചിട്ടുണ്ട്, ഇതിൻ്റെ മണ്ട കുത്തിപ്പറിച്ചിട്ടുണ്ട്, ഈ സൈഡ് കുത്തിപ്പറിച്ചെല്ലാം വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഓണാവത്തില്ല. അഥവാ എനിക്ക് ഗ്രഹപ്പഴിക്കാനും ഇനി ഓണായാൽ നിന്ന് പോവും. ചിലപ്പോൾ ഈ തണുത്തൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി നേരമൊക്കെ ഇത് ഓണാവും, വർക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഓർക്കും കംപ്ലൈൻറ്റ് തീർന്നതായിരിക്കും എന്ന് ഓർക്കും. ഇതുണ്ട്, ഇപ്പോൾ തന്നെ കയറി ഓണായി, പവർ ഓണാക്കാതെ. ഇനിയിപ്പോൾ നമ്മളിവിടെ ഉണ്ടോ ഞെക്കിയാൽ സ്വിച്ചുകളൊന്നും കൺട്രോൾ ആകത്തില്ല, ഒന്നും ഫങ്ഷൻ ആകത്തില്ല, ഇങ്ങനെ നിൽക്കും. TV എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. നമ്മൾ ഈ സെറ്റ് തുറന്ന് ഇതിപ്പോൾ എൻ്റെ റിമോട്ടേലും വർക്ക് ചെയ്യുകയില്ല, റിമോട്ടേലും ഒന്നത്തേലും ഒന്നും ആകില്ല. റിമോട്ട് ചോദിച്ചാണ് കസ്റ്റമർ ആദ്യം വന്നത്. റിമോട്ട് കൊടുത്തപ്പോൾ ഇച്ചിരി നേരം ചിലപ്പോൾ വർക്ക് ചെയ്തു, കോമണായിട്ട് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ അത് നമുക്ക് തുറന്ന് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. നമുക്ക് കറക്റ്റായിട്ട് ടൂളുണ്ട്, ആ ടൂൾ വെച്ചാൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ബോർഡ് അഴിച്ച് മാറ്റണം. ഇതിൻ്റെ ബോർഡിന് കംപ്ലൈൻറ്റ് വരുമ്പോഴാണ് പൊതുവേ ഇനി കുഴപ്പം വരാറ്. ഞാൻ ഈ D40യുടെ ഒത്തിരി വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്, എന്നാലും ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഇടുകയാണ്. ഓരോന്നിനും ഓരോ ടൈപ്പ് കംപ്ലൈൻ്റ് ആണല്ലോ. ഈ ബോർഡാണ് മിക്കവാറും കംപ്ലൈൻറ്റ് വരാറ്. നമുക്ക് അതിൻ്റെ സ്പെയർ എടുക്കാം. സ്പെയർ എടുത്ത് മാറിയിടാം. എന്താണേലും പണ്ട് കുറച്ച് മേടിച്ച് വെച്ചത് നന്നായി, എപ്പോഴും മേടിക്കാൻ നടക്കേണ്ട കാര്യമില്ല. സ്ട്രിപ്പ് അവിടെയുണ്ട്. നമുക്കൊന്ന് കൊടുത്ത് നോക്കാം. ഈ ബോർഡ് പറ്റിയില്ല പിന്നെ ആ ബോർഡ് കൂടെ നോക്കേണ്ടി വരും. രണ്ട് ബോർഡും കംപ്ലൈൻറ്റ് വരാറുണ്ട്. ഓണായിട്ടില്ല. ഇനി അഡാപ്റ്റർ നോക്കണം. ഇത് ഡ്യൂപ്ലിക്കേറ്റ് അഡാപ്റ്ററാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇനി അഡാപ്റ്ററിനും കുഴപ്പമാണോ, പല കുഴപ്പങ്ങൾ ചേർന്നാണോ ഇത് കുഴപ്പമെന്ന് അറിയണം. അത് ഞാൻ അഡാപ്റ്ററോടെ ഒന്ന് മാറ്റി നോക്കുക. ഈ സെറ്റിനെ ഇതിൻ്റെ മദർ ബോർഡ്, സിസ്റ്റം കൺട്രോൾ ബോർഡ് പോയി. സാധാരണ സിസ്റ്റം കൺട്രോൾ ബോർഡിന് കംപ്ലൈൻറ്റ് വരാറുള്ളതല്ല. ഇത് പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് അഡാപ്റ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആരോ ഡ്യൂപ്ലിക്കേറ്റ് അഡാപ്റ്റർ നേരത്തെ സർവീസ് ചെയ്തവർ കൊടുത്തിട്ടുണ്ട്. ആ അഡാപ്റ്റർ തന്നെയാണ്. പിന്നെ അതും നമ്മൾ മാറാൻ നിന്ന് കഴിഞ്ഞാൽ വലിയ ബില്ലാവും. ഇതിപ്പോൾ ഈ രണ്ട് ബോർഡ് മാറുമ്പോൾ തന്നെ നല്ലൊരു ബില്ല് വരും. പിന്നെ നമുക്ക് പരിചയമുള്ള ആളായതുകൊണ്ട് നമ്മൾ റേറ്റൊക്കെ മാക്സിമം കുറച്ച് കൊടുക്കുന്നുള്ളൂ. ഇപ്പം നമ്മൾ വർക്കുകളൊന്നും എടുക്കുന്നില്ല. നമുക്കൊരു 5-6 മാസത്തെ വർക്ക് നിൽപ്പുണ്ട്. ഈ പുള്ളിയെ നമ്മൾ വർഷങ്ങളായിട്ട് അറിയുന്ന ഒരാളായതുകൊണ്ട് ഞാൻ ആ വർക്ക് എടുത്തെന്നുള്ളൂ. ബോർഡല്ല, ബാക്കി നമുക്ക് വർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ ഒരു 5-6 മാസത്തെ വർക്ക് ഇവിടെ വന്ന് ഇരിപ്പുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് കഴിവതും ആൾക്കാരിനെ വിളിച്ചിട്ട് കഴിവതും അയക്കുക. ഇനി അയക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ധൃതി വെച്ച് ചോദിക്കാതിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ ആ ബോർഡ് റെഡി.
പിന്നെ അടുത്ത ബോർഡ്, ആ ബോർഡ് കൂടെ ഇടാഞ്ഞുകൊണ്ടാണ് ഈ പുതിയ ബോർഡ് ഇട്ടിട്ടും വർക്ക് ചെയ്യാവുന്നത്. നമുക്ക് വർക്ക് ചെയ്യുമെന്ന് വിചാരിക്കാം. ഞാനങ്ങ് സോൾഡർ ചെയ്ത് വെച്ചെന്നുള്ള, അല്ലെ എൻ്റെ അവിടെ നിന്നുള്ള ജിഗ് എപ്പോഴും പറഞ്ഞു പോകും. അങ്ങനൊരു കുഴപ്പമുണ്ടായിരുന്നു. ഓക്കെ, ഈ അഡാപ്റ്റർ അവരുടെ അഡാപ്റ്റർ തന്നെ കൊടുത്ത് നോക്കാം. കസ്റ്റമറുടെ അഡാപ്റ്റർ തന്നെ നോക്കണമല്ലോ, നല്ല വർക്ക് തീർന്നോന്ന് അറിയാൻ പറ്റുമോ. ഓക്കെ ഓക്കെ, ഇനി മുറിക്കാൻ മതി. മുറുക്കിയേക്കാം. അത് മുറുക്കി ഈ ബോർഡും കൂടെ മുറുക്കിയാൽ ഈ അഡാപ്റ്ററൊക്കെ പോയി കഴിഞ്ഞാൽ ഒറിജിനൽ അഡാപ്റ്റർ കഴിയുന്നത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഡ്യൂപ്ലിക്കേറ്റ് അഡാപ്റ്ററുകൾ ഒറിജിനലാണെന്ന് പറഞ്ഞാൽ സ്റ്റിക്കർ ഒട്ടിച്ച് ഒത്തിരി വരുന്നുണ്ട്. അത് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഒരു 10 രൂപ കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത്. നിധി 10 രൂപ നിധി. കൊച്ചിട്ടതാന്നാ പറഞ്ഞു. ഇപ്പോൾ 2 ബോർഡ് മാറിയിട്ടുണ്ട്. ഇതൊന്ന് ക്ലീൻ പൊടിയൊക്കെ തട്ടി അടച്ചേക്കാം. നമുക്ക് അതിന് മുമ്പ് അതിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം. പെൻഡ്രൈവ് കുത്തി, ആ പെൻഡ്രൈവ് കഴിഞ്ഞെടുത്തു. ഏതെങ്കിലും നീര് വെള്ളയോ കറുത്തോ ഏതെങ്കിലും എടുത്തു. ഇതിനെ പാക്ക് ചെയ്യാം. ആ എടുത്തോ, കുഴപ്പമില്ല. പാക്ക് ചെയ്യുന്നത് അങ്ങനെ ജസ്റ്റ് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ആണ്ട് ഇനിയും പൈസ ഉണ്ട് കേട്ടോ, ഒന്നുകൂടെ തുറക്കണം. ഒന്നുകൂടെ ഒന്ന് വലിച്ചെടുക്കട്ടെ. ഇനിയും പൈസ ഉണ്ട്. പൈസ ആണോ വേറെ വല്ലതാണോ? സൂപ്പർ അഴിക്കേണ്ടി വരുമോ? ടക്കാന്ന് കേൾക്കുന്നു. മുമ്പേ കുരുക്കി ഇപ്പോൾ കുരുങ്ങിയില്ലായിരുന്നില്ല, ഇപ്പം എവിടെ നിന്ന് വന്നു? ഓ, ഇതടിച്ചതാ. ഓക്കെ ഓക്കെ. ഓ, ഇനിയും തുറക്കണം. ഉണ്ട് കേട്ടോ, എന്തോ ഒരു സാധനം. ആ, വയറടിക്കുന്ന അതില്ല, എന്തോ ഒരു ഉണ്ടോ, എന്തോ ഒരു സാധനം ഇവിടെ ഉണ്ട്. പൈസ ആണെന്ന് തോന്നുന്നു. ഒന്നുകൂടെ ഞാൻ ഓപ്പൺ ചെയ്യട്ടെ.
ആ ഇനിയും പൈസ ഉണ്ട്. എന്നാ വെച്ചെടുക്കും? കാന്തം ഉണ്ടോ? കാന്തം ആ ശരിച്ചിങ്ങനെ നൂർത്താ എടുക്കാം. വെച്ചിട്ട് എവിടെ പോയി കണ്ടുപിടിച്ചു? ചാടിയോ? അവിടെ ചാടി അടിയിലോട്ട് പോയി. ഓക്കെ, ഇനി ആരും ഇല്ലെന്നുള്ള പ്രതീക്ഷയിൽ അടയ്ക്കുകയാണ്. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് എത്ര രൂപ? 5 രൂപ. അങ്ങനെ 15 രൂപ. അതെ, 15 രൂപ കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത്. നേർച്ച ഇട്ടതാരോ ഒത്തു നോക്കി. അപ്പോൾ അത് ശരിയായി. ഇനി സ്പീക്കറുകളെല്ലാം വർക്കാണോ നോക്കണം. നമുക്കൊന്നുകൂടെ പ്ലേ ചെയ്യാം. ഇതിൻ്റെ സ്പീക്കർ ചെക്ക് ചെയ്യണം. നാല് സ്പീക്കറാകുമ്പോൾ 4 സ്പീക്കറും കറക്റ്റ് വരയ്ക്കാന്ന് നമ്മൾ നോക്കും. സ്ലോളിയും കൂട്ടട്ടെ ആദ്യം. അപ്പോൾ 4 സ്പീക്കറും ഉണ്ട്. ഓക്കെയാണ്. തീർക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ വർക്ക് തീർന്നു. ഓക്കെയാണ്. സെറ്റ് നമ്മൾ ഡെലിവറി ചെയ്യാൻ പോവാം. मेरे मगर तू की करती